വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെയും ഈശോയുടെ വചനത്തെയും സ്നേഹിച്ച് ആരാധിച്ച് വിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. 9-ാം വാക്യം: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമർത്ഥമായ വിളവും അവിടെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ദൈവം വീണ്ടും പറയുകയാണ്, 10-ാം വാക്യം: ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടത്തേക്ക് നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. സ്നേഹം നിറഞ്ഞവരെ, ഈശോ വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഈ നിയമഗ്രന്ഥത്തിൽ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ഒരു മനുഷ്യ വ്യക്തി, മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അത് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പൂർണ്ണമായും നിയമഗ്രന്ഥത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഈശോ ജീവിതം വഴി കാണിച്ചും പറഞ്ഞു തന്ന കാര്യങ്ങൾ, അത് അക്ഷരം പ്രതി ചെയ്യുമ്പോൾ അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ ലഭിക്കേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. അതുകൊണ്ട് ഈശോ വചനം പറയുകയാണ്, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ഈശോയുടെ വാക്കുകൾ, വചനം, ആ വചനം കേൾക്കുന്ന വ്യക്തികൾക്ക്, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും ഐശ്വര്യം ലഭിക്കും. അവന് വേണ്ട ഐശ്വര്യങ്ങൾ, ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കേണ്ട ഐശ്വര്യങ്ങൾ അവന് വേണ്ടത് അവൻ ലഭിക്കും. നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഈശോയുടെ വാക്ക് കേട്ട് ജീവിക്കാൻ തയ്യാറല്ല. കോപിക്കാതിരിക്കാൻ, ലൈംഗികമായ തിന്മകൾ ഉപേക്ഷിക്കുവാൻ, മദ്യപാനം അത് ഉപേക്ഷിക്കുവാൻ, മറ്റുള്ളവരുടെ തകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുവാൻ, പണത്തിന് വേണ്ടിയുള്ള കൊതികൾ ഉപേക്ഷിക്കാൻ, ലൗകികമായ നമ്മുടെ ജീവിതം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. വചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഒരു മനുഷ്യനും അത് തയ്യാറാവുന്നില്ല. പക്കാ വചനമനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യനും ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ ഐശ്വര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നിയമഗ്രന്ഥം അനുസരിച്ച് നിന്റെ ജീവിതത്തിൻ്റെ നിയമവും ജീവിതവും നീ വഴിതെളിച്ച് മാറ്റി അത് പുതിയതാക്കി ഒരു നിർമ്മിച്ചെടുത്തിട്ടില്ല. ഇതുവരെ വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ നിർമ്മിച്ചെടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്, ഈശോയുടെ വചനം അനുസരിച്ച് നിന്റെ ജീവിതത്തെ നിർമ്മിച്ചെടുക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അത് വരാതിരിക്കുന്നത്. തടസ്സം നിൽക്കുന്നത് നീ തന്നെയാണ്. നീ മാറുക, നിന്റെ വചനം, ദൈവത്തിൻ്റെ വചനം നില നിറയട്ടെ. ഈ അനുഗ്രഹത്തിന് വേണ്ടി ഒരു കാലത്തെ ഇടയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തുറവി തരണമേ എന്ന് ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ
വീണ്ടും ഈശോ പറയുന്നവയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നിന്റെ പൂർണ്ണമായ ഹൃദയവും നിന്റെ പൂർണ്ണമായ ആത്മാവും നീ നിന്നിലേക്ക് തന്നെയാണ് തിരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട്, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഈ ഐശ്വര്യം ലഭിക്കുന്നില്ല. നീ നിന്നിൽ നിന്ന് പുറത്ത് ചാടുക, നിന്റെ തീരുമാനങ്ങളിൽ നിന്ന് പുറത്ത് ചാടുക, നിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് പുറത്ത് ചാടുക. നിന്റെ ഹൃദയം പലതിനോടും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ തീരുമാനങ്ങൾ പലതുമായിട്ട് നീ ബന്ധപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്ത് ചാടുക. നീ പൂർണ്ണമായും ജീവിക്കുന്ന കർത്താവിലേക്ക് പൂർണ്ണമായും പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ ആത്മാവ് കൊണ്ട് തിരിയുമ്പോൾ മാത്രമേ മുൻപ് പറഞ്ഞ ഐശ്വര്യങ്ങൾ നിന്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സംഭവിക്കുകയുള്ളൂ. സ്നേഹം പറഞ്ഞവരെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ആവശ്യമായ ഐശ്വര്യങ്ങൾ ദൈവം നിനക്കായി കരുതി വെച്ചിരിക്കുന്നുണ്ട്. അത് നിനക്ക് നേടണമെങ്കിൽ വചനമനുസരിച്ച് നിന്റെ ജീവിതത്തെ പൊളിച്ച് എഴുതണം. നിന്റെ ഹൃദയം നീ എന്തിലേക്കാണോ നീ തിരിച്ചു വെച്ചിരിക്കുന്നത്, വസ്തുക്കൾ, വ്യക്തികൾ, പണം, അതിൽ നിന്ന് തിരിഞ്ഞ് നീ ഈശോയിലേക്ക് തിരിയണം. ഈ ഒരു തീരുമാനം ഈ ദിവസം നമുക്ക് എടുത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.